നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ആർട്ടിക്കിൾ 15 നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ആർട്ടിക്കിളുകളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി പോകേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 15 ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. അതിന് മുൻപൊരു കാര്യം പറഞ്ഞോട്ടെ, ഒരുപാട് കുട്ടികൾ ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മളൊരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്ലാസ്സിൻ്റെ അപ്ഡേറ്റുകളും നമ്മുടെ ഫ്രീ ആയിട്ടുള്ള നോട്ട്സുകളും നോട്ടിഫിക്കേഷൻസും ഒക്കെ ആ ചാനലിലിടും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആ ലിങ്കിൽ കയറിയിട്ട് ആ ചാനലിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ആർട്ടിക്കിൾ 15 നോക്കാം. ആർട്ടിക്കിൾ 15 എന്താണ്? ആർട്ടിക്കിൾ 15 റൈറ്റ് ടു ഇക്വാളിറ്റിയുടെ അണ്ടറിൽ വരുന്ന ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 14 മുതൽ ആർട്ടിക്കിൾ 18 വരെയാണ് റൈറ്റ് ടു ഇക്വാളിറ്റി. അതിൽ ആർട്ടിക്കിൾ 15 എന്താണ്? ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 15 എന്താണ്? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 15 ഉറപ്പുവരുത്തുന്നത്. വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, മതം, വംശം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. എന്താണ്? മതം, ജാതി, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അവിടെ മതത്തിൻ്റെയോ ജാതിയുടെയോ വംശത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ ജന്മസ്ഥലത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ല. അത്തരം വിവേചനത്തെ നിരോധിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15. പരീക്ഷയിൽ ജാതി, മതം, വംശം, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയണം? ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം. മഹാത്മാഗാന്ധിയുടെ, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ സാമൂഹിക സമത്വം എന്ന, സോഷ്യൽ ജസ്റ്റിസ് എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആവിഷ്കരിക്കപ്പെട്ട ഒരു ആർട്ടിക്കിളായിട്ട് നമുക്കിതിനെ കാണാം. ഈ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി, സോഷ്യൽ ഇക്വാളിറ്റി, സാമൂഹിക സമത്വം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയാണ് ഈ ഒരു ആർട്ടിക്കിൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? ഗാന്ധിയൻ സാമൂഹിക സമത്വ സിദ്ധാന്തത്തിലൂടെ ആവിഷ്കരിക്കുക, ആ ഒരു സിദ്ധാന്തത്തിന് പ്രയോറിറ്റി കൊടുത്ത് ആവിഷ്കരിക്കപ്പെട്ട ഒരു ആർട്ടിക്കിളായിട്ട് നമുക്കിതിനെ കാണാം. അല്ലെങ്കിൽ ഈ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും പറയുന്നത് ഗാന്ധിയൻ സാമൂഹിക സമത്വം എന്ന ആശയമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും പറയുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ആർട്ടിക്കിളിൻ്റെ സബ് ക്ലോസുകളായിട്ടുള്ള കാര്യങ്ങൾ, ആർട്ടിക്കിൾ 15(2), ആർട്ടിക്കിൾ 15(3), ആർട്ടിക്കിൾ 15(4), ആർട്ടിക്കിൾ 15(5) ഇതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ആർട്ടിക്കിൾ 15(2) എന്താണ് എന്നത് നോക്കാം. ആർട്ടിക്കിൾ 15(2) പറയുന്നത് ഏതൊരു പൗരനും മതം, വർഗം, ജാതി, എന്താണ്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നോ കാരണമായിട്ട് എന്താണ്? കടകള്, പൊതുഭോജനശാലകള്, ഹോട്ടലുകള്, പൊതുവിനോദ സ്ഥലങ്ങൾ ഇവയിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ പൂർണ്ണമായോ ഭാഗികമായോ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് കൊണ്ട് സംരക്ഷിക്കുന്നവയോ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളവയോ ആയിട്ടുള്ള കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, നിരത്തുകൾ, പൊതുവിശ്രമ സ്ഥലങ്ങൾ എന്നിവയുടെ ഉപയോഗം ഇവയൊന്നും സംബന്ധിച്ച് യാതൊരു വിവേചനവും പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15(2) പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 15(2) എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 15(2) പ്രകാരം ഏതൊരു ഇന്ത്യൻ പൗരനും അല്ലെങ്കിൽ ഏതൊരു പൗരനും, ശ്രദ്ധിക്കുക, മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ ജന്മസ്ഥലത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരനെയും എന്താണ്? കടകൾ, പൊതുഭോജനശാലകൾ,
ഹോട്ടലുകൾ, പൊതുവിനോദ സ്ഥലങ്ങൾ എന്നിവയിൽ നിന്നുള്ള പ്രവേശനം അവർക്ക് നിഷേധിക്കാൻ പാടില്ല. എന്താണ്? മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലൊന്നും ഒരു ഇന്ത്യൻ പൗരനും എന്താണ് കടകളിലേക്കോ പൊതുഭോജനശാലകളിലേക്കോ ഹോട്ടലുകളിലേക്കോ പൊതുവിനോദ സ്ഥലങ്ങളിലേക്കോ ഉള്ള പ്രവേശനം ഒന്നും എന്താണ് നിഷേധിക്കാൻ പാടില്ല. അതുപോലെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് കൊണ്ട് സംരക്ഷിക്കുന്നവയോ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളവയോ ആയിട്ടുള്ള കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, നിരത്തുകൾ, പൊതുവിശ്രമ സ്ഥലങ്ങൾ എന്നിവയുടെ ഉപയോഗം സംബന്ധിച്ച് യാതൊരു വിവേചനവും പാടില്ല. ഒന്നുകൂടി പറയാം. പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നവയോ പൊതുജനങ്ങളുടെ ഉപയോഗത്തിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള കിണറുകൾ, കുളങ്ങൾ, സ്നാനഘട്ടങ്ങൾ, നിരത്തുകൾ, പൊതു വിശ്രമ സ്ഥലങ്ങൾ ഇവയുടെ ഉപയോഗമൊക്കെ എന്താണ്? ഇവയുടെ ഉപയോഗമൊന്നും സംബന്ധിച്ച് യാതൊരു വിവേചനവും കാണിക്കാൻ പാടില്ല. ഒരു പൗരൻ്റെ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ജാതിയുടെയോ ലിംഗത്തിൻ്റെയോ ജന്മസ്ഥലത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ. അതാണ് ആർട്ടിക്കിൾ 15(2) പറയുന്നത്. ആർട്ടിക്കിൾ 15(3) എന്താണ് പറയുന്നത്? സ്ത്രീകൾ, കുട്ടികൾ ഇവർക്കൊക്കെ നൽകുന്ന പ്രത്യേക പരിഗണനകളില്ലേ, അതൊന്നും വിവേചനമായിട്ട് കണക്കാക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 15(3) പ്രകാരം സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് നൽകുന്ന പ്രത്യേക പരിഗണനകൾ അതിനെ നമുക്ക് വിവേചനമായിട്ട് കണക്കാക്കാൻ പാടില്ല. നമ്മൾ ആർട്ടിക്കിൾ 14 പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണെന്നും തുല്യ നിയമ സംരക്ഷണം നൽകുന്നുണ്ടെന്നും ഒക്കെ. ആ ഘട്ടത്തിൽ ചിലപ്പോൾ ആൾക്കാർ ചോദിക്കാം സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് എന്താണെന്ന്. അപ്പോൾ ആർട്ടിക്കിൾ 15(3) പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 15(3) പറയുന്നത് സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് നൽകുന്ന പ്രത്യേക പരിഗണന എന്താണ്? അതിനെ നമുക്ക് വിവേചനമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ആർട്ടിക്കിൾ 15(3) പറയുന്നത് സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് നൽകുന്ന പ്രത്യേക പരിഗണനകളെ വിവേചനമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. ആർട്ടിക്കിൾ 15(4) എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 15(4) പ്രകാരം സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ട് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്കും, അതാണ് പിന്നാക്ക വിഭാഗങ്ങളെന്ന് മാത്രം ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടാണ് കേട്ടോ. സാമൂഹികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരവുമായിട്ട്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്കും പ്രത്യേക പരിഗണന നൽകുന്നതിനെ വിവേചനമായിട്ട് കണക്കാക്കാൻ പാടില്ല. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ട് പിന്നാക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്ക്, പൗരന്മാർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്കും നൽകുന്ന പ്രത്യേക പരിഗണനകളെ വിവേചനമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15(4) പറയുന്നത്. ആർട്ടിക്കിൾ 15(4) പറയുന്നത് എന്താ? സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് നൽകുന്ന പ്രത്യേക പരിഗണനകളെ നമുക്ക് ഒരു കാരണവശാലും എന്താണ് ഒരു വിവേചനമായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 15(4) പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 15(5) എന്താണ് പറയുന്നത് നോക്കാം. ആർട്ടിക്കിൾ 15(5) എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 15(5) പറയുന്നത് സാമൂഹികമായോ വിദ്യാഭ്യാസപരമായോ പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന വിഭാഗത്തിലെ അംഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശിക്കുന്നതിന് മുൻഗണന നൽകിയിട്ടുണ്ട്. എന്താണ്? ആർട്ടിക്കിൾ 15(5) പ്രകാരം സാമൂഹികമായോ, അല്ലെങ്കിൽ നമുക്കത് മുകളിൽ നിന്ന് തന്നെ എടുക്കാം, സാമൂഹികമായോ വിദ്യാഭ്യാസപരമായിട്ടോ ഉള്ള പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന വിഭാഗങ്ങളിലെ അംഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങൾക്കും എന്താണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, എവിടെയാണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്താണ്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുൻഗണന നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുൻഗണന നൽകിയിട്ടുണ്ട്.
അപ്പം എന്താണ് ആർട്ടിക്കിൾ 15(5) പറയുന്നത്? സാമൂഹികമായോ വിദ്യാഭ്യാസപരമായോ പിന്നാക്ക അവസ്ഥയിൽ നിൽക്കുന്ന വിഭാഗങ്ങളിലെ അംഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രവേശിക്കുന്നതിന് മുൻഗണന നൽകിയിട്ടുണ്ട്. അപ്പം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശിക്കുന്നതിന് പിന്നാക്ക വിഭാഗങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്കും മുൻഗണന നൽകിയിട്ടുണ്ടെന്നാണ് ആർട്ടിക്കിൾ 15(5) പറയുന്നത്. ഇനി നമ്മൾ ആർട്ടിക്കിൾ 15(6) നോക്കുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 15(6). ആർട്ടിക്കിൾ 15(6) എന്താണ് പറയുന്നത്? ആർട്ടിക്കിൾ 15(6) എന്ന് പറയുന്നത് 2019 103 ഭരണഘടന ഭേദഗതി പ്രകാരം 2019 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തതാണ് ആർട്ടിക്കിൾ 15(6). ആർട്ടിക്കിൾ 15(6) എന്നാണ് 103 ഭരണഘടനാ ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തതാണ് 2019. ആർട്ടിക്കിൾ 15(6) പറയുന്നത് എന്താണെന്നറിയാമോ? EWS സംവരണമില്ലേ, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് 10% വരെ സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനെ പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15(6). ആർട്ടിക്കിൾ 15(6) 2019 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത് EWS സംവരണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്കക്കാർക്ക് 10% വരെ സീറ്റുകൾ സംവരണം ചെയ്യുന്നതിനെ പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 15(6). ആർട്ടിക്കിൾ 15(6). അപ്പോൾ ഇത്രയും ആർട്ടിക്കിളുകളാണ് സബ് ക്ലോസുകളാണ് ആർട്ടിക്കിൾ 15 ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താണ്? വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് ആർട്ടിക്കിൾ 15.